നല്ല മഴയാണല്ലേ, അപ്പോൾ എന്തായിരുന്നു സ്കൂളൊന്നും ഇൻഡിപെൻഡൻസ് ഡേ കാരണം അപ്പോൾ ഋതുവിന് ഭയങ്കര ആഗ്രഹം കേട്ടോ ഒരു സേമിയ പായസം കൊടുക്കണമെന്ന്. അപ്പോൾ കുറേ നാളായി ഞങ്ങൾ സേമിയ പായസമൊക്കെ വെച്ചിട്ട് ഇതൊന്ന് കുറച്ച് സേമിയ പായസം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സേമിയ നീളനെയുള്ള പോലില്ലേ അതാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഋതുവിന് 50-50 ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു ഹാപ്പി പറഞ്ഞുള്ള ബിസ്ക്കറ്റ് ഋതു പൊട്ടിക്കലും ഒരെണ്ണം കഴിക്കലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എങ്ങനെയാ നമുക്ക് പായസം വെക്കുകയല്ലേ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി എടുത്തു കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പൊട്ടിച്ച് വെച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. എന്നുവെച്ചാൽ നന്നായി കരിയാനൊന്നും പാടില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് മെല്ലെ ഇങ്ങനെ തീയൊക്കെ കുറച്ചിട്ടിട്ടാണ് റോസ്റ്റ് ചെയ്തെടുത്തത്. അങ്ങനെ നമ്മുടെ സേമിയൊക്കെ റോസ്റ്റ് ആയി കഴിഞ്ഞു. അത് അങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. ഇന്ന് ഞാൻ 2 പാക്കറ്റ് പാലെടുത്തിട്ടാണ് കേട്ടോ സേമിയ പായസം വെക്കുന്നത്. അപ്പം നല്ല പാത്രം എടുത്തു. എന്നിട്ട് 2 പാക്കറ്റ് പാല് ഞാനതിൽ പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. പായസത്തിന് എപ്പോഴും ടേസ്റ്റ് കൂടുക കുറച്ച് വെള്ളം മാത്രം അതിലൊഴിക്കുമ്പോഴാണല്ലേ. അപ്പോൾ ഞാൻ ഇതിലധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. പാല് തിളച്ച് വന്ന ശേഷം പായസത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാൻ കുറച്ച് അതിലിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ 1 പാക്കറ്റ് ഏലക്കായാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു 8 എണ്ണം ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അത് അങ്ങനെ മാറ്റി വെച്ചു. അതിനുശേഷം സേമിയ വറുത്ത അതേ ചീഞ്ചട്ടിയിൽ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇത്തിരി നെയ്യിൽ വറുത്തെടുത്തു കേട്ടോ. പാലൊക്കെ തിളച്ച് നന്നായിട്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് സേമിയ വേവാനായിട്ട് വെച്ചു കേട്ടോ. സേമിയൊക്കെ നന്നായി വെന്ത ശേഷം ഞാനൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചു, നന്നായിട്ടൊന്ന് വറ്റട്ടെ വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മുടെ പായസമൊക്കെ സെറ്റായി വന്നപ്പോൾ ഋതു അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അവനാണ് കേട്ടോ ഒരു സ്പൂൺ കൊണ്ട് അതിലേക്ക് ഇങ്ങനെ കോരി ഇടുമ്പോൾ അതിൻ്റെ അവസാനത്തെ ചടങ്ങ് എന്ന് പറയണത് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കലാണല്ലോ. അപ്പോൾ തീയൊക്കെ ഞാൻ ഓഫ് ചെയ്ത ശേഷം കുറച്ച് ഏലക്ക പൊടിച്ചത് അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പായസത്തിൻ്റെ ടേസ്റ്റും ഒരു സ്മെല്ലിനും കൂടിയിട്ട് അങ്ങനെ നമ്മുടെ പായസം ഭയങ്കര ടൈറ്റായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി ടെക്സ്ചറായിരുന്നു പായസത്തിന്. പായസമായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, പ്രത്യേകിച്ച് മധുരപ്രിയമായിട്ടുള്ള ആൾക്കാരാണ് വെച്ചാൽ. പായസമായതിന് ശേഷം ഋതുവിന് ഇപ്പം തന്നെ വേണം പായസം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗ്ലാസ്സിലെടുത്ത് കൊടുത്തു കേട്ടോ. സൂപ്പർ പായസമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം നിങ്ങൾ ഈ ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കി നോക്കും കൂടി വേണം കേട്ടോ. ബായ്.